ഹലോ ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഞാനും നല്ല സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുഞ്ഞു മോട്ടിവേഷനാണ്. വീഡിയോയിൽ കാണിക്കുന്നത് ജസ്റ്റ് ഡേ ഇൻ മൈ ലൈഫാണ്. 2-3 ദിവസത്തെ വീഡിയോ ഒന്നിച്ചാക്കിയെന്നേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, നമ്മളിൽ ഒത്തിരി പേര് ഞാനൊരു കാര്യം ചെയ്യുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ അത് കുക്കിംഗ് ആയിക്കോട്ടെ, സ്റ്റിച്ചിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ യൂട്യൂബർ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ക്രിയേഷൻ ആയിക്കോട്ടെ, നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഒരു സ്റ്റിച്ചിങ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോഴോ നമ്മൾ വിചാരിക്കുക, അയ്യോ ഞാൻ ഇത് ചെയ്യുന്നു, ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ അവരെൻ്റെ പറ്റി എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യും അല്ലേ. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. 9 വർഷം മുന്നേ ഈ ഒരു വീഡിയോ ക്രിയേഷൻ ജോലി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവരെന്ത് ചിന്തിക്കും, ഇവരെന്ത് ചിന്തിക്കും എന്നൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു. പിന്നെ പണ്ട് ഇതിന് മുന്നേ ഒരു ചാനലുണ്ടായിരുന്നു, അതിൻ്റെ ഞാനിങ്ങനെ ലിങ്കൊക്കെ ഞാൻ വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഒത്തിരി പേരെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, വേറെ പണിയൊന്നും ഇല്ലയോ, ഹസ്ബൻഡ് ജോബ് ചെയ്യുമല്ലേ, പിന്നെ വേറെ പണിയൊന്നും ഇല്ലേ എന്ന് വെച്ചിട്ട്. അപ്പോഴൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഫീൽ ആവാറുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ചാനലൊക്കെ ഡിലീറ്റ് ചെയ്ത് പിന്നെ വേറൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഈ ഒരു ഫീൽഡിലെത്തിയപ്പോൾ എനിക്ക് സപ്പോർട്ടീവായിട്ട് എനിക്ക് നല്ലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൾ എനിക്ക് എപ്പോഴും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അവൾ അങ്ങനെയാണ്, എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്യാറുണ്ട്. സോ അവളെന്നെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിലാരും മോട്ടിവേറ്റ് ചെയ്തില്ല എന്നല്ല കേട്ടോ. എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതും വീഡിയോ ഇടുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഹസ്ബൻഡ് അതിന് പറ്റിയ എല്ലാ സാധനങ്ങളും എനിക്ക് മേടിച്ചു തന്നത്. എൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മയാണെങ്കിലും ചേച്ചിയാണെങ്കിലും എല്ലാവരും, അച്ഛനാണെങ്കിലും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോ ഇട്ടില്ലെങ്കിൽ ചോദിക്കുക എന്താ പറ്റിയേ, എന്താ വീഡിയോ ഇടാത്തേ എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ തന്നെ എൻ്റെ കൂട്ടുകാരി, അവളും എന്നോട് ചോദിക്കാറുണ്ട് ചിലപ്പോൾ ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ എന്താ നീ ഇടാത്തതെന്ന്. സത്യം പറഞ്ഞാൽ നമുക്ക് ലൈഫിൽ അങ്ങനത്തെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ നല്ലൊരു ഹാപ്പിനെസ് ആണ് കേട്ടോ. കാരണം മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടി ഒരാൾ തീർച്ചയായിട്ടും വേണം. ഇപ്പോൾ അവളെ ഞാൻ കണ്ടിട്ടില്ല ഡയറക്റ്റായിട്ട്, അവളുടെ വീഡിയോസാണ് കാണാറുള്ളത്, വീഡിയോയിലാണ് സംസാരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ സ്കൂളിലൊക്കെ വിടാൻ പോകുമ്പോഴേക്ക് നോർമലായിട്ട് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ഓപ്പൺ അപ്പ് ആരുമായിട്ട് അങ്ങനെ ആവാറില്ല. നമുക്ക് ഇങ്ങനെ ഉള്ള ഫ്രണ്ട്സ് കുറേ പേരുണ്ടെങ്കിലും നമുക്ക് എന്താ പറഞ്ഞാൽ നമ്മൾ അവരോട് നോർമലായിട്ട് സംസാരിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു ഫ്രണ്ട്ഷിപ്പിലെന്ന് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഒക്കെ നമുക്കുണ്ടാവും. നമ്മൾ ഒത്തിരി പേരുടെ ലൈഫിൽ കാണും. അവരിൽ ഒത്തിരി പേര് ചിലപ്പം നമ്മൾ ചെയ്യുന്ന പണി അവർക്ക് ഇഷ്ടമല്ലായിരിക്കും, അവർ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ അവരുടെ പറ്റി തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, അവരെന്തിനാ ഇങ്ങനെ പറഞ്ഞ്, അവളെന്തിനാ ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട്. ഞാൻ അവരുമായിട്ട് ഡെയിലി കാണുന്നതാണ്, ഡെയിലി സംസാരിക്കുന്നതാണ്. പക്ഷേ എന്താ പറഞ്ഞാൽ അവർ സംസാരിക്കുന്ന ഒത്തിരി വാക്കുകൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകളാണ്. ഞാൻ അവരായിട്ട് ജസ്റ്റ് പോകും, മിണ്ടും, ഹായ് ബൈ പറഞ്ഞിട്ട് വരും. പക്ഷേ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഭയങ്കര പ്രയാസപ്പെടുത്തുന്ന കാര്യമാണ്. ഞാൻ അത് തന്നെ എപ്പോഴും ചിന്തിച്ച് എൻ്റെ മൈൻഡ് മുഴുവനും ഡിസ്ട്രാക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അതിൽ ഒരു ഫ്രണ്ട് അവൾ എന്നെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. എനിക്ക് വീഡിയോ കാര്യത്തിലാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവാണ്. സോ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. കാരണം എനിക്ക് പുറത്ത് പോയി ഒരു ജോലി ചെയ്യാനൊന്നും പറ്റില്ല. ഇനിയിപ്പം അതിനുള്ള ഒരു ഇൻട്രസ്റ്റും എനിക്ക് പോയി. പക്ഷേ വീട്ടിൽ തന്നെ നമുക്കിരുന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഒരു ഏർണിങ് തീർച്ചയായിട്ടും വേണം. കാരണം ഒരു ഫാമിലി ആയിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരാൾ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ ഫാമിലി മുന്നോട്ട് പോകാൻ ഇച്ചിരി പാടാണ്. ഒരു ഏർണിങ് വേണമെന്ന് വെച്ചിട്ടാണ് ചാനലൊക്കെ തുടങ്ങിയതും. പക്ഷേ ഇപ്പോഴും ഏർണിംഗ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും അതൊരു പാഷനാണ്. നിർത്തണം എന്ന് വിചാരിച്ച് നിർത്താൻ കുറേ ഡീമോട്ടിവേറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും മനസ്സ് സമ്മതിക്കുന്നില്ല. അപ്പം ആ ഒരു പാഷനാണ് എന്നെ പിന്നെയും ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഏതെങ്കിലും ഒരു ദിവസം, ചിലപ്പോൾ അത് എത്രയോ വർഷം ആവട്ടെ, ഒരു ഹോപ്പ് മനസ്സിലുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഈ ഹോപ്പ് നിങ്ങളുടെ മനസ്സിലും ഉണ്ടാവണം. ആരെങ്കിലും എന്തെങ്കിലും ചിന്തിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു കാര്യം മാറ്റി വെച്ച് കുറേ വർഷം കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കുക, അയ്യോ ആ ദിവസം ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ, വേറൊരാൾ പറയാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്നൊരു നല്ല നിലയിലെത്തിയേ എന്ന് നമുക്കൊരു തോട്ട് ഷുവറായിട്ട് വരും കേട്ടോ. ഇപ്പോഴാണെങ്കിലും അങ്ങനെയാണ്. ഞാൻ വാട്സപ്പിൽ എൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് നോക്കും. പക്ഷേ അവർ വീഡിയോ ഒക്കെ വന്ന് നോക്കും, പക്ഷേ അവർ മൈൻഡൊന്നും ചെയ്യാറില്ല. ഇവർക്ക് വേറെ പണിയില്ലേ എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ അതൊന്നും ഇപ്പം ഞാൻ കാര്യം ആക്കുന്നില്ല. ഇപ്പോൾ ഈ ഒരു ഇടയ്ക്ക് ഞാനിപ്പോൾ 2 ദിവസമായിട്ട് അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. കാരണം നമ്മുടെ ലൈഫാണ്, നമ്മളാണ് മുന്നോട്ട് പോകേണ്ടത്. ഇപ്പോൾ ഒരു ലൈഫിൽ നമ്മളൊരു സ്റ്റേജിൽ എത്തണമെങ്കിൽ കുറേ ഫെയില്യൂർ ഉണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്ന എല്ലാവരും കുറേ കഷ്ടപ്പെട്ട് ഇപ്പോഴും കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു സ്റ്റേജിൽ എത്തിയത്. അത് നമ്മൾ അതിൽ നിന്ന് പുറത്ത് വരണം.
പുറത്ത് വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിൽ തന്നെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ ഒരു വർക്ക്, ഇപ്പോൾ നിങ്ങൾ സ്റ്റിച്ചിങ് ആണെങ്കിൽ ആ ഒരു വർക്ക് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ എനിക്കറിയാം ഇച്ചിരി പാടാണ്. ഇപ്പോൾ എൻ്റെ കുഞ്ഞിനാണെങ്കിലും അവനിപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് തീരെ വയ്യ കേട്ടോ, തീരെ വയ്യ എന്ന് പറഞ്ഞാൽ തീരെ വയ്യ. അവന് ഈ അഡിനോയിഡ് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ 4th സ്റ്റേജാണ്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇൻഫെക്ഷനും വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെയും ഞാൻ ഈ വീഡിയോസൊക്കെ കുറേ ഒരു മാസം മുന്നേയൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ എനിക്ക് അവനുമായിട്ട് ഷൂട്ട് ചെയ്യാൻ പാടാണ്, ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വോയിസ് ഇപ്പോൾ അവന് കിടക്കുന്ന സമയത്തൊക്കെ വന്ന് ഞാൻ വോയിസ് കൊടുത്തിട്ട് അങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബിഫോർ തന്നെ എല്ലാം പ്ലാൻ ചെയ്യുവാണെങ്കിൽ, നമുക്ക് ഇപ്പോൾ ഇങ്ങനെ വയ്യാത്ത സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബിഫോർ തന്നെ നമ്മളെല്ലാം പ്ലാൻ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വർക്കൊക്കെ നല്ല സ്മൂത്തായിട്ട് നടക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഡീമോട്ടിവേറ്റ് ആവാതെ തന്നെ നല്ല മോട്ടിവേറ്റ് ആയിട്ട് തന്നെ സ്വയം സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക. ആരും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വരില്ല കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ക്യാരി ഓൺ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.